ദാസേട്ടാ, ഇതിപ്പോ എന്താ സംഗതി? പ്രത്യേക ഒരു സംഗതിയാണ്. ഇങ്ങോട്ട് ബാ ബാ. അല്ല ആളുണ്ട് അവിടെ ഉണ്ട്. അവിടെ തിരക്കൊന്നും ഇല്ലാണ്ട് പോയിക്കോളി. വന്നോളി വന്നോളി, വന്നിരിക്കും. ദാസേട്ടാ, ഞാൻ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതെന്റെ സുഹൃത്ത് റഫീഖ് ഈ സോഷ്യൽ മീഡിയയിൽ നല്ല റീൽസുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അതാണോ പ്രശ്നം? എന്റെ കൂടെ 3-4 ആൾക്കാര് വേറെ ഉണ്ടായിരുന്നേ. അവർക്ക് കഴിവ് കൂടുതലുള്ളത് കൊണ്ട് സ്വന്തമായി ഒരു അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് പോയതാ. ഒരാള് വളരെ സമീപസ്ഥനാണ് അല്ലേ? അതെ, അകന്നൊരു ബന്ധുവാണ്. ഒന്നും അങ്ങോട്ട് ഭംഗിയായി അവസാനിപ്പിക്കാൻ അറിയില്ല. സത്യം. പാവങ്ങളാ സാറേ, തെറ്റിദ്ധാരണ കൊണ്ടാണ്. അപ്പോ ആ ബോക്സിന് എടുത്തോ. സർ, ഇത് കുഴിച്ചിടാനാണോ കരിയിക്കാനാണോ? രണ്ടും വേണ്ട. അയാളെ കൈ കൊടുത്താൽ മതി. അയാൾ വെറുതെ നോക്കിയിരുന്നോളും. നാട്ടുകാർക്ക് ശല്യം കുറയും. മറ്റാള് അഭിനയ ചക്രവർത്തിയാന്ന വിചാരം. ഇതാ റഫീഖ് തന്നെ അങ്ങനെ ആക്കി തീർത്താണ്. ഇവനിതാ വീട്ടിൽ പോണ്, ആളെടുക്കണ്, ലൊക്കേഷനിൽ കൊണ്ടുവരുന്നു, കൊണ്ടാക്കണ്, വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും. ആവും, അങ്ങനെ ആവും. മാത്രല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. ശിരസിൽ മുടിയില്ലാത്തവൻ, ദീക്ഷയുള്ളവൻ അല്ലേ? അതെ, മൂസ. തലക്കുള്ളിൽ ഒന്നുമില്ല. അധ്വാനിച്ച് അന്നം നിന്നാത്തതിൻ്റെ കുഴപ്പം ഇത്തിക്കണ്ണി. ഇനിയും ആളുകളുണ്ട്. ഇതാ ഇത് വെച്ചോളൂ. ഇത് കുടുംബക്കാരന് മഷൂറിന് കൊടുക്കേണ്ട മാതിരി കൈ കൊടുക്കാനാ? അയാൾക്ക് കൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വായ തുറക്കുമ്പോൾ അണ്ണാതെ തിരികെ വെച്ചാൽ മതി. എന്നാൽ നാട്ടുകാർക്ക് സ്വസ്ഥത കിട്ടും. ഇതുപോലെ കുറച്ചെണ്ണം കൂടി വാങ്ങിച്ചോ. രണ്ടാളും കൂടി ഉണ്ടല്ലോ. അതിന് സ്ഥലകാലബോധമില്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് യാതൊരു ഉപദ്രവമില്ല. മാമി. യെസ് സർ, ഒരാളും കൂടി ഉണ്ടല്ലോ. നിങ്ങൾ ക്ഷമിക്കേ, അതിനല്ലേ ഞാൻ അവിടെ ഇരിക്കണത്. തലയിൽ പെയിന്റ് അടിച്ച ഒരാളല്ലേ, വെറും കോമഡി പീസ്. മനസ്സിൽ മുഴുവൻ ദുഷ്ടത്തരുണ്ടെന്നേ ഉള്ളൂ. അയാൾ അവഗണിക്കുന്നതാണ് നിങ്ങൾക്കും നാട്ടുകാർക്കും നല്ല. യെസ്, സിറ്റി നസീർ, ചായം പൂശുന്ന ആള്. ഇനിയും ഇങ്ങനെ പലതും വരും. നിങ്ങൾ ഇതൊന്നും കാര്യാക്കണ്ട. ജൈത്രയാത്ര തുടരുക. വേട്ടപ്പെട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും. സാർത്ഥവാഹക സംഘം എന്നും മുന്നോട്ട് മാത്രമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ